പെട്ടെന്ന് കാണുമ്പം ചെറിയ ചെറിയ തടിക്കഷ്ണങ്ങൾ കൂട്ടിയിട്ട പോലെ ഉണ്ടല്ലേ. എന്നാൽ ഇതല്ല, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. ഹലോ, എല്ലാവർക്കും വേവ് സ്റ്റോറീസിൻ്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെടിയല്ല, ആ ചെടിയുടെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള വേരാണ്. എൻ്റെ വീഡിയോസിൻ്റെയും ചാനലിൻ്റെയും ഉദ്ദേശം ഒരിക്കലും ഞാൻ പറയുന്ന ഈ ചെടികളുടെ മെഡിസിനൽ യൂസസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം എന്നുള്ളതല്ല, മറിച്ച് ഇത്തരം പ്ലാന്റ്സുകളെ കുറിച്ച് അറിവ് നേടി ഇത്തരം പ്ലാന്റ്സുകൾ നിങ്ങൾ കൺസേർവ് ചെയ്യണം എന്നുള്ളതാണ്. ശതാവരി എന്ന ചെടിയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അധിക പേരും കണ്ടിട്ടും ഉണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ മൊത്തമായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ചുറ്റും ഇതേപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൺസേർവ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം നമ്മുടെ മുന്നിൽ നിന്ന് അങ്ങനത്തെ ചെടികളൊക്കെ പതിയെ പതിയെ അപ്രത്യക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള കുഞ്ഞ് ഇലകളോട് കൂടിയ ശതാവരി നമുക്ക് വീടുകളിൽ ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വളർത്താം. പക്ഷേ ഇതിന് മെഡിസിനൽ വാല്യൂസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വളരെ മനോഹരമായിട്ടുള്ള കുഞ്ഞു മുത്തുപോലെയുള്ള വെളുത്ത പൂക്കളാണ് ശതാവരിക്ക്. കായായി കഴിയുമ്പോൾ അതൊരു റെഡ് കളറായിട്ട് മാറുന്നതാണ്. ശതാവരി എന്ന വാക്കിൻ്റെ അർത്ഥം 100 ഭർത്താക്കന്മാരുള്ളവൾ എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിൻ്റെ റീജുവനേറ്റിംഗ് പവറും ഫെർട്ടിലിറ്റി എൻഹാൻസിങ് കപ്പാസിറ്റിയും കൊണ്ട് തന്നെയാണ് ഈ ഒരു പേര് അതിന് കിട്ടിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമായിട്ടാണ് ആയുർവേദത്തിൽ ശതാവരിയെക്കുറിച്ച് പറയുന്നത്. ഔഷധ സസ്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ശതാവരി സ്ത്രീകളിൽ ഹോർമോണൽ ഇംബാലൻസ് കുറയ്ക്കാനും അതേപോലെ വൈറ്റാലിറ്റി കൂട്ടാനും റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുന്നെന്ന് പറയപ്പെടുന്നുണ്ട്. ശതാവരിയുടെ വേരുകൾക്കാണ് ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലിൽ അതേപോലെ പാർഷ്യൽ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ശതാവരി ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാം. അധികം ഓവർ കെയർ ഒന്നും കൊടുക്കാതെ തന്നെ ഉണ്ടായി വളരുന്നൊരു ചെടിയാണ് ഈ ശതാവരി. എൻ്റെ വീട്ടിൽ അതേപോലെ ഉണ്ടായി വന്ന ഒന്നായിരുന്നത്. ഓവറായിട്ട് കാടായെന്ന് തോന്നിയപ്പോഴാണ് ഒന്ന് വെട്ടി മാറ്റാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ റൂട്ടിൻ്റെ അത്രയും ക്വാണ്ടിറ്റി ഓഫ് റൂട്ടാണ് നമുക്കത് ക്ലീൻ ചെയ്തപ്പം കിട്ടിയത്. ശതാവരീൻ്റെ റൂട്ട് ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാറൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. അതേപോലെ ശതാവരിയുടെ അച്ചാർ ഉണ്ടാക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കുമ്പം വീട്ടിൽ അത്യാവശ്യം ഇതിനെപ്പറ്റി അറിവുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യുക. അതേപോലെ ഉള്ളിൽ കഴിക്കുമ്പം നല്ല മെഡിസിനൽ പ്രാക്ടീസ് ചെയ്ത ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യുക. നമ്മുടെ ചുറ്റും ഇതുപോലുള്ള വെറൈറ്റി പ്ലാന്റ്സിനെയും മെഡിസിനൽ പ്ലാന്റ്സിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. മറ്റൊരു ചെടി വിശേഷമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. Thank you.